സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെകെയാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എന്റെ പൊന്നു മക്കൾസ്, നമുക്ക് തേർഡ് ചാപ്റ്ററിന് ഏതൊക്കെ ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വരാന്നുള്ള കുട്ടികൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തേർഡ് ചാപ്റ്ററിൽ നിന്നും ഇത് മാത്രം പഠിച്ചാൽ മതി. ഫുൾ മാർക്ക് ഉറപ്പാ. ഫുൾ മാർക്ക് എന്ന് ഉദ്ദേശിച്ചത് തേർഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ മാർക്ക് നിങ്ങൾ ഫുൾ സ്കോർ ചെയ്തിരിക്കും. അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം. അപ്പൊ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇനി ഈ സ്ക്രീനിലേക്ക് മാത്രമായിരിക്കണം ഞാൻ ആവാഹിച്ചെടുക്കാണ്. കമോൺ ഗൈസ്, അങ്ങനെയെങ്കിൽ നോക്കാം. നമുക്ക് ആദ്യത്തെ നമ്മളെ ചാപ്റ്ററിന്റെ പേര്, തേർഡ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്നാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ വരെയാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്, 8ാം ക്ലാസ്സിൽ പഠിച്ചു മറന്ന ഒരു കാര്യമാണ് ഏത്? ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും, സന്തുലിത ബലം അസന്തുലിത ബലം. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഒരു ടഗ് ഓഫ് വാർ, ഒരു വടം വലി മത്സരമാണ് അല്ലെ. രണ്ട് ടീമുകളും എന്ത് ചെയ്യുന്നു? 200 ന്യൂട്ടൺ ബലം കൊടുത്ത് പിടിച്ചു ഐലസാറാണ് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് വലിക്കുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിള്, ഇങ്ങോട്ട് വലിക്കുന്നത് F1 ആയിട്ട് എടുത്താൽ, അപ്പൊ ഇങ്ങോട്ട് വലിക്കുന്ന നമുക്ക് എന്തായിട്ട് എടുക്കാം? F2 ആയിട്ട് എടുക്കാം. ഇനി ഈ ദിശയിലേക്ക് വലിക്കുന്നത് ഈസ്റ്റിലേക്കാണെങ്കിൽ, അതായത് കിഴക്ക് ഭാഗത്തേക്കാണെങ്കിൽ, ഈ ദിശയിലേക്ക് വലിക്കുന്ന ഏതായിരിക്കും? വെസ്റ്റിലേക്കായിരിക്കും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ബലം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ബലം എന്തായിട്ട് എടുക്കാം? നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഒന്നുമില്ല, ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. എന്ത് സംഭവിക്കുന്നു? ഇത് സന്തുലിതമാണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ അസന്തുലിതാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ. നോക്കിക്കോള്, ഈ രണ്ട് ടീം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടൊരു 200 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു കിഴക്ക് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ F1 എന്നുള്ള ബലം 200 ന്യൂട്ടൺ ബലം അങ്ങോട്ട് പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ അതേ ടീം, എതിർ ടീം എന്ത് ചെയ്യുന്നു? കറക്റ്റ് ബലം 200 ന്യൂട്ടൺ ബലം വെസ്റ്റിലേക്ക്, അല്ലെങ്കിൽ F2, അതല്ലെങ്കിൽ നെഗറ്റീവ്, അതിന്റെ എതിർ ദിശയിലേക്ക് വലിക്കുന്നു വിചാരിക്കുക. ഇവിടെ രണ്ട് ഈക്വൽ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ വസ്തു ചലിക്കോ? ഈ ഒരു കയറ് ചലിക്കുന്നുണ്ടോ? രണ്ട് ടീമും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരേ ബലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വസ്തുക്കൾ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഏതാണ്? ഇത് സന്തുലിത ബലമാണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അമർത്തി നോക്കുക. രണ്ട് ഭാഗത്തും ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. ഇനി ഞാൻ ഹുക്ക് ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ വലിച്ചു, രണ്ട് ഭാഗത്ത് കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഇവിടെ ചലിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് ഏതാണ്? സന്തുലിത ബലമാണ്. സന്തുലിത ബലമാണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അത് സന്തുലിതമാണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ? അപ്പൊ മനസ്സിലായല്ലോ എന്താ കാരണം. ഇങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 200 - 200, അതായത് 0 എന്ന് കിട്ടി. അപ്പോ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ബലം, എന്താ പറയാ? പരിണിത ബലം എന്നൊക്കെ പറയാം. പരിണിത ബലം എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഓർത്തു വെക്കണം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു ബോക്സ് എന്ത് ചെയ്യുന്നു? രണ്ട് കുട്ടികൾ പുഷ് ചെയ്യുന്നു അല്ലെ. രണ്ട് കുട്ടികൾ എന്ത് ചെയ്യും? തള്ളുന്നുണ്ട്. ഈ കുട്ടി എന്ത് ചെയ്തു? ഒരു 50 ന്യൂട്ടൺ ബലം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ F1 എടുത്തു വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? F2 ആയിരിക്കും. ഇത് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ കുട്ടി തള്ളുന്നത് ഈ ഡയറക്ഷനാണ്. അപ്പൊ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇത് ഞാൻ പോസിറ്റീവ് എടുത്താൽ ഇപ്പുറത്തെ ഏതായിട്ട് എടുക്കാം? നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഈ കുട്ടി തള്ളുന്ന ഈസ്റ്റിലേക്കാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി തള്ളുന്ന ഏതായിരിക്കും? വെസ്റ്റിലേക്ക്. ഒക്കെ എന്താണ്? ഓപ്പോസിറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിൽ ആരായിരിക്കും ജയിക്കുന്നത്? ഇവിടെ നോക്കൂ, ഈ കുട്ടി 50 ന്യൂട്ടൺ ബലം കൊടുത്തു, ഈസ്റ്റിലേക്ക് തള്ളുന്നു അല്ലെ. 50 ന്യൂട്ടൺ ബലം കൊടുത്ത് അങ്ങോട്ട് തള്ളുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ കുട്ടി 10 ന്യൂട്ടൺ ബലം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പരിണത ബലം എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 50 ന്യൂട്ടൺ മൈനസ് 10 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. അപ്പൊ ഇവിടുത്തെ പരിണിത ബലം എത്ര കിട്ടി? 40 ന്യൂട്ടൺ. ഇവിടുത്തെ പരിണിത ബലം റിസൾട്ടന്റ് ഫോഴ്സ് എത്ര കിട്ടി? 40 ന്യൂട്ടൺ. ഇവിടുത്തെ ഡിഫറൻസ് എടുത്താൽ മതി.
അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനകത്തില്ല. അങ്ങനെയെങ്കിൽ ഇത് നോക്കുക, ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ ഇത് ഏതാണ്? അൺബാലൻസ്ഡ്, അസന്തുലിതമാണ്. അസന്തുലിതമായി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ആരാണോ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഈ ചിത്രത്തിൽ ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. നേരത്തെ ചിത്രത്തിൽ രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലം എന്ന് പറഞ്ഞാൽ 0ആണ്. പരിണിത ബലം ഇവിടെ എത്രയാണ്? റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെ എത്രയാണ്? 0 ആണ്. പക്ഷെ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണോ? അല്ല, 40 ആണ്. അപ്പൊ ഇയാളാണ് കൂടുതൽ ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഈസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇത് ചലിക്കാൻ കാരണം ഇവിടെ പരിണിത ബലം എന്തല്ല? 0 അല്ല. ഇവിടെ ചലിക്കാതിരിക്കാൻ കാരണം ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്. കൺഫ്യൂഷൻ മാറിയോ? അങ്ങനെയെങ്കിൽ അടുത്ത ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ടോയ് കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പുള്ളി കപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു പാനലിലേക്ക്, ഒരു ത്രാസിലേക്ക് കണക്ട് ചെയ്തു. രണ്ട് ഭാഗത്ത് 200 ഗ്രാമാണ് കൊടുത്തത്, 250 ഗ്രാമാണ് കൊടുത്തുള്ളത്. അപ്പൊ രണ്ട് ഭാഗത്തും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പരിണിത ബലം എന്ന് പറഞ്ഞാൽ 250 മൈനസ് 250 സമം 0 എന്ന് കിട്ടി. 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അത് ഏതാണ്? സന്തുലിതം. ഏതാണ്? ബാലൻസ്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ കാർ, കണ്ടില്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ കാർ ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? ഏതാണ് ആൻസർ വരിക? ബാലൻസ്ഡ്, സന്തുലിതം. എന്താണ് കാരണം? ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര കിട്ടി? 0 കിട്ടി. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഈ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ മാർക്ക് തെറ്റും. അപ്പൊ ഇനി നോക്കാം, നമുക്ക് ഇങ്ങനെ ചിത്രത്തിന് പകരം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? മക്കളെ ശരിക്കും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ്? നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കാണേണ്ടത്. 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ. ഒരു എക്സാമ്പിള്, ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിൽ എന്ത് ചെയ്തു? ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് എത്ര ന്യൂട്ടനാണ് കൊടുക്കുന്നത്? 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് 150 ന്യൂട്ടൺ ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിപ്പോ ഈസ്റ്റിലേക്കാണെങ്കിൽ വെസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ഒരു 150 ന്യൂട്ടൺ പ്രയോഗിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളെ ചോദ്യം എന്താണ്? വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ്? ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ പരിണിത ബലം എത്രയായിരിക്കും? നിങ്ങൾ ഈ കിഴക്ക്, വെസ്റ്റ്, പടിഞ്ഞാറ് ഇതൊന്നും കേട്ട് പേടിക്കണ്ട. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എടുത്താൽ മതി. ഈ കുട്ടി ഇവിടുന്ന് 100 ന്യൂട്ടൺ കൊടുത്തു, ഇപ്പുറത്ത് 150 ന്യൂട്ടൺ കൊടുത്തു. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായി? ഫോഴ്സ് എത്രയായി? പരിണിത ബലം എത്രയായി? 150 മൈനസ് 100 ഈക്വൽ ടു 50. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആണോ? അല്ല. നെറ്റ് ഫോഴ്സ് 0 ആണോ? അല്ല. അതുകൊണ്ട് ഇത് ഏതാണ്? അൺബാലൻസ്ഡ് ആണ്. ഇത് ഏതാണ്? അൺബാലൻസ്ഡ്, അസന്തുലിത ബലമാണ്. ഇത് ഏതായിരിക്കണം? അസന്തുലിത ബലം. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇനി ഈ ഒരു പോയിന്റിലേക്കും ശ്രദ്ധിക്കുക. ഇവിടെ എന്താ കൊടുത്തുള്ളത്? മക്കളെതൊന്നും ശ്രദ്ധിച്ചത്? എന്താണ് ശ്രദ്ധിച്ചത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് അല്ലല്ലോ, അൺബാലൻസ്ഡ് അല്ലേ? അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അസന്തുലിത ബലം എന്നാണ്. അസന്തുലിത ബലം. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സന്തുലിത ബലം. അപ്പൊ നോക്കിക്കോളൂ, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് നോട്ട് 0 അല്ല അല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് പരിണിത ബലം 0 അല്ലെങ്കിൽ അതേതാണ്? അസന്തുലിത ബലമാണ്. ഓർത്തേക്കുക. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് നോട്ട് 0. ഓർത്തേക്കുക. ഇനി ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാലോ സന്തുലിത ബലം, റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 0. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ വസ്തു ചലിക്കുന്നില്ല. റിസൾട്ടന്റ് ഫോഴ്സ് നോട്ട് 0 ആണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു, ചലിക്കുന്നു. ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിനകത്തുണ്ടാവണം. അപ്പൊ ഇത് മറക്കരുത് മക്കൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കി. ഇന്റേണൽ ഫോഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സും പഠിക്കാണ്ട്. ഇയാൾ എന്ത്
എന്ത് ചെയ്തു, ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്ന് തള്ളുന്നു, അത് മൂവ് ചെയ്യോ? ഇല്ല. നിങ്ങൾ ബസ്സിന്റെ ഉള്ളില് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ ബസ്സിന്റെ ഉള്ളിലത്തെ കമ്പിയെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബസ് അവിടെ നിൽക്കുമോ? ഇല്ല. അത് ഏതാണ്? അത് ആന്തരിക ബലമാണ്. ഏതായിരിക്കണം? ആന്തരിക ബലം. ആന്തരിക ബലങ്ങൾ, ശ്രദ്ധിക്കുക, ആന്തരിക ബലങ്ങൾ എന്താണ്? സന്തുലിതമാണ്, അത് ചലിക്കൂല. സന്തുലിതം അതായത് ബാലൻസ്ഡ് ആണ്. ഇന്റേണൽ ഫോഴ്സ് എപ്പോഴെന്താണ്? ഇത് ബാലൻസ്ഡ് ആണ്. ഇത് ഏതായിരിക്കണം? ബാലൻസ്ഡ്. കാരണം ഇത് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ചലിക്കാത്തതൊക്കെ ഏതാണ്? സന്തുലിതമാണ്, ബാലൻസ്ഡ് ആണ്. അപ്പൊ ഒരു കാറിന്റെ ഉള്ളിൽ നമ്മള്, ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ നീങ്ങി പോവോ? ഇല്ല. അപ്പൊ ഈ ഗുഡ്സിന്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ട് ഇങ്ങനെ തള്ളാണ്. അങ്ങനെ തള്ളുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യോ? ഇല്ല. അതുകൊണ്ട് ഇത് ഏതാണ്? ഇത് ആന്തരിക ബലങ്ങളെല്ലാം സന്തുലിത ബലങ്ങളാണെന്ന് ഓർത്തേക്കുക. ഇന്റേണൽ ഫോഴ്സ് എന്താണ്? ബാലൻസ്ഡ്, അത് മൂവ് ചെയ്യില്ല എന്ന് ഓർത്തേക്കുക. അങ്ങനെ ഈ ചിത്രത്തിലേക്ക് നോക്കി, എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, കാറ് തള്ളുന്നു അല്ലെ? അങ്ങനെ തള്ളുന്ന സമയത്ത് ഈ കാർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇതേതാണ്? ഇത് ബാഹ്യബലമാണ്. ബാഹ്യബലം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കണം? അത് അസന്തുലിതമാണ്. അതേതായിരിക്കണം? അൺബാലൻസ്ഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ സന്തുലിത ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതോടൊപ്പം തന്നെ ആന്തരിക ബലം എന്താണ്? ആന്തരിക ബലം, ഇന്റേണൽ ഫോഴ്സ് എന്താണ്? അത് ബാലൻസ്ഡ് ആണ്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ ഓട്ടോറിക്ഷ തള്ളുന്നു അല്ലെങ്കിൽ കാറ് തള്ളുന്നു വിചാരിക്കുക, നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കണം എന്നുള്ളൂ. അങ്ങനെ തള്ളുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ഏതാണ്? അത് അസന്തുലിതമാണ്. അപ്പൊ ഇതും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇനി അടുത്ത് നോക്കിക്കോളൂ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലോസ് ഓഫ് മോഷൻ ആണ് അല്ലെ, ചലന നിയമങ്ങളാണ്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഈ ബോൾ ഇപ്പൊ റെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, നിശ്ചലാവസ്ഥയിലാണെന്ന് വിചാരിക്കുക. ഈ ബോൾ എന്താണ്? മോഷൻ ആണെന്ന് വിചാരിക്കുക, ചലനാവസ്ഥയിലാണെന്ന് വിചാരിക്കുക, ചലനാവസ്ഥയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ബോൾ എന്താവും സംഭവിക്കുക? ഈ ബോൾ ഇപ്പൊ റെസ്റ്റ് ആണ്, നിശ്ചലാവസ്ഥയിലാണ്. അതിന് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ആന്തരിക ബലം അല്ല, ഒരു ബാഹ്യബലം, ഒരു ബാഹ്യബലം എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ ബോൾ റെസ്റ്റ് തന്നെയാണ്. ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഫോൺ കയ്യിൽ വെക്കുന്നു, ഈ ഫോൺ റെസ്റ്റ് ആണ്. ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബാഹ്യബലം കൊടുക്കുന്നവരെ ഈ ഫോൺ എപ്പോഴും നിശ്ചലാവസ്ഥയിലാണ്. ഇനി ഈ ബോൾ എന്ത് ചെയ്യുന്നു? ഉരുണ്ടു പോകുന്നു വിചാരിക്കുക, മൂവ് ചെയ്യാണ്. അപ്പൊ ബോൾ മൂവ് ചെയ്യാണ്. അപ്പൊ ഈ ബോൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ ഈ ബോൾ എന്ത് ചെയ്യുന്നു? ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ബോൾ കുറച്ച് സമയം നിശ്ചലാവസ്ഥയാകാൻ കാരണം അവിടെ ഒരു ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ ബോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. എന്താണ്? റെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് റെസ്റ്റിൽ തന്നെ തുടരും. ഇനി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ അതെന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്രയുള്ള ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരേണ്ടത്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് മക്കളെ നമുക്ക് 3 ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഫുൾ ക്വസ്റ്റ്യൻ വരും, സെക്കൻഡ് ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വരും, തേർഡ് ചാപ്റ്ററും നമുക്ക് വളരെ കാൽഭാഗത്തോളം ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വരെയാണ് നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ തേർഡ് ചാപ്റ്ററിന് കൂടുതൽ സമയം കളയേണ്ടതില്ല. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞതാണ് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തു നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ, നേർരേഖയിൽ നിന്നാണ് ഈ ബോൾ ഉരുണ്ടു പോകുന്നത്, നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനാണ്, അങ്ങനെ നേർരേഖയുള്ള സമചലനത്തിൽ തുടരും. ഇതാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം. അപ്പൊ എവരി ബോഡി കണ്ടിന്യൂസ് the state of rest or uniform motion in a straight line unless until the unbalanced external force acting on it. ഒരു അൺബാലൻസ് ആയിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ അതെന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് തന്നെ, മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മക്കൾ ഇതിലേക്ക് നോക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. തന്നിരിക്കുന്ന ചിത്രത്തിലെ റിസൾട്ടന്റ് ഫോഴ്സ് നിങ്ങൾ കണ്ടെത്തണം. നോക്കുക, ഇവിടെ നിന്നുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റിലേക്കാണ്, ഈസ്റ്റിലേക്കും ഇവിടെ നിന്നുള്ള ഫോഴ്സ് അത് വെസ്റ്റിലേക്കാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്റെ ചോദ്യം ഇതാണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 25 ന്യൂട്ടൺ ആണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര കണ്ടുപിടിക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലം എത്ര? അതോടൊപ്പം തന്നെ ഈ ഒബ്ജക്റ്റ് ഈസ്റ്റിലേക്കാണോ വെസ്റ്റിലേക്കാണോ കിഴക്ക് ഭാഗത്തേക്കാണോ പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ ചലിക്കുക, മൂവ് ചെയ്യുക? അതോടൊപ്പം തന്നെ ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ, സന്തുലിതമാണോ അസന്തുലിതമാണോ? അപ്പൊ ഈ ഒരു ചിത്രത്തിൽ 3 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്?
പരിണിത റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്തണം. രണ്ടാമത്തെ ക്വസ്റ്റൻ ഏതാണ്, ഇത് ഏത് ദിശയിലേക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റൻ ഇത് സന്തുലിതമാണോ അസന്തുലിതമാണോ, പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ, തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. വേറെ കൂടുതലായിട്ടൊന്നും ആഴത്തിൽ പഠിക്കേണ്ട, കാരണം നമുക്ക് 2 ചാപ്റ്റർ വേറെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തേർഡ് ചാപ്റ്റർ ഇത് മാത്രം പഠിച്ചാൽ മതി, സെറ്റാണ്. ഓക്കെ, അപ്പൊ വരാനിരിക്കുന്ന എക്സാം നല്ല ഉഷാറായിട്ട് എഴുതുക, അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.